ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെക്യൂർ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. സെക്യൂർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലെ എസ്റ്റിമേറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തുകളിലെയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ആളുകൾക്ക് അഥവാ എഞ്ചിനീയർമാർക്ക് നൽകുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാത്തരം എസ്റ്റിമേറ്റുകളും പഞ്ചായത്തുകളിൽ പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ സെക്യൂർ സോഫ്റ്റ്വെയർ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും എഇമാർക്കും അതുപോലെ ജില്ലാ ലെവലിൽ ജില്ലാ എയ്ക്കുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ എഇമാരും അതിൽ എസ്റ്റിമേറ്റുകൾ പ്രിപ്പയർ ചെയ്യുകയും അതിൽ നിന്നാണ് എസ്റ്റിമേറ്റുകൾ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യുന്നത്. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ടെക്നിക്കൽ സാങ്ഷനും നൽകിയതിന് ശേഷമാണ് എസ്റ്റിമേറ്റുകൾ PDF ആക്കിയിട്ടാണ് വർക്ക് സൈറ്റുകളിലേക്ക് നൽകാറുള്ളത്. ഈ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ അതിന് ഓരോരുത്തർക്കും ഓരോരോ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉണ്ട്. അത് മറ്റുള്ള തൊഴിലാളികൾക്കോ മേറ്റിനോ സെക്യൂർ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ പറ്റില്ല. അതൊരു നിശ്ചിത ആളുകൾക്കുള്ള ലോഗിൻ ഐഡിയും പാസ്വേഡും ആക്കിയിട്ട് സെറ്റ് ചെയ്തതാണ്. അവർക്ക് അതിലൂടെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതിൻ്റെ ASും TSും കാര്യങ്ങളുമാണ് സെക്യൂർ സോഫ്റ്റ്വെയറിലൂടെ കാണാൻ സാധിക്കുന്നത്. അത് തൊഴിലാളികൾക്കോ മേറ്റുമാർക്കോ ഒരിക്കലും കാണില്ല എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്. അത് ചോദ്യമുണ്ടായിരുന്നു, കമൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊഴിലാളികൾക്കോ അല്ലെ മേറ്റുമാർക്കോ സെക്യൂർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് പരിശോധിക്കാൻ പറ്റുമോ എന്നുണ്ടായിരുന്നു. ഇത് SORും LMRും അതുപോലെ റേറ്റുകൾ കാര്യം കണക്കാക്കുന്നത് ലോക്കൽ മാർക്കറ്റ് റേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ SOR അതുപോലെ LMRും പരിശോധിച്ച് അതിൽ കൂടിയാണ് എസ്റ്റിമേറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം ഉള്ളത് ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടതാണ്. ഡ്രെയിനേജ് എടുക്കുന്നതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പക്കാ ഡ്രെയിനേജ് ആയിരിക്കും നിർമ്മിക്കുന്നതെങ്കിൽ, പക്കാ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഡ്രെയിനേജ് ആണ്. അതിന് സ്ലാബ് അടക്കമുള്ളത് ചെയ്യാം. 5 ലക്ഷം വരെയുള്ളത് എയിമാർ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി പഞ്ചായത്തിലെ ഓവർസിയർമാർ മെഷർമെൻറ്റ് രേഖപ്പെടുത്തുന്നതാണ്. അതിൽ ആദ്യമായിട്ട് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ പക്കാ ഡ്രെയിനേജ് ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡ് 25 സെൻറ്റിമീറ്ററും മറ്റേ സൈഡ് 25 സെൻറ്റിമീറ്ററും ആണെങ്കിൽ 50 സെൻറ്റിമീറ്റർ തന്നെ 50 സെൻറ്റിമീറ്ററിലുള്ള വിടുത്ത് എന്തായാലും 2 പാർശ്വഭിത്തികൾക്ക് വേണം. പിന്നെ നടുക്ക് ഒരു 60 സെൻറ്റിമീറ്റർ വെള്ളം ഒഴുകുന്നതിനുള്ള പാത്തിയുമാണെങ്കിൽ 50ഉം 60ഉം 1:10 വീതിയിലും എത്രയാണോ നീളം, ഡ്രെയിനേജിൻ്റെ നീളം എത്രയാണോ വരുന്നത്, എത്ര നീളത്തിലാണോ പോകുന്നത് അതുമാണ് ഗുണിക്കാനുണ്ടാവുക. അപ്പോൾ 1:10 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെപ്ത് ഏകദേശം 60 അല്ലെങ്കിൽ 80 10 സെൻറ്റിമീറ്റർ അടിയിൽ PCC ചെയ്യാനുണ്ടാവും. അതിനുശേഷം മുകളിലോട്ടാണ് ചെയ്യുക. അപ്പോൾ 60ഉം 10ഉം 70 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ് ചെയ്യുന്നതെങ്കിൽ 70 സെൻറ്റിമീറ്റർ ഡെപ്ത് ഇൻറ്റു 1.1 വിടുത്ത് ഞാൻ പറഞ്ഞത് 25, 50ഉം 60 ഉള്ളിലുള്ളതും ആണെങ്കിൽ 60, 50ഉം 1:10 ആണ്. 1:10 വിടുത്തും. അപ്പോൾ 1:10 ഇൻറ്റു 0.7 എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ഉള്ളളവിലുള്ള ഡ്രെയിനേജും 1:10 വീതിയും അതുപോലെ 70 സെൻറ്റിമീറ്റർ ഡെപ്തും ആണെങ്കിൽ 70 സെൻറ്റിമീറ്ററിൽ 60 സെൻറ്റിമീറ്റർ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അളവും 10 സെൻറ്റിമീറ്റർ PCC ചെയ്യുന്നതും അടക്കം 70 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1:10 ഇൻറ്റു 0.7 ഇൻറ്റു 10 മീറ്റർ ലെങ്ത്തിലാണ് ചെയ്യുന്നത്. ഒരു ഏകദേശ കണക്കിലാണ് പറയുന്നത്. 10 മീറ്റർ നീളത്തിലാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ 10 ഇൻറ്റു 1.1 ഇൻറ്റു 0.7 എന്ന് ഗുണിച്ചാൽ കിട്ടുന്നതാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഉണ്ടാവുക, മണ്ണെടുത്ത് മാറ്റാനുള്ളത്. ഇതും തന്നെ ചിലപ്പോൾ അത്രയും തന്നെ ഉണ്ടാവില്ല. 70 സെൻറ്റിമീറ്ററോളം മണ്ണ് മാറ്റാനുണ്ടാവില്ല. ചില സമയത്ത് അവിടെ ഒലിച്ചു പോയ മണ്ണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊരു ആവറേജ് ആക്കി എടുത്തിട്ട് 60 സെൻറ്റിമീറ്റർ എങ്ങനെ കാണിച്ചിട്ട് അത്രയും മണ്ണെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അൺസ്കിൽഡ് ലേബറും പിന്നീട് കോൺക്രീറ്റ് മിക്സർ മെഷീനിൽ ലോഡ് ചെയ്യുന്നതും, കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റൽ, സിമൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളിൽ ലോഡ് ചെയ്യുന്ന വെള്ളം നനയ്ക്കുന്നത് ഇതെല്ലാം കൂടി ആക്കിയിട്ട് അതിലും കുറച്ച് അൺസ്കിൽഡ് ഉണ്ടാവും. ഈ അൺസ്കിൽഡ് വേതനവും സ്കിൽഡ് വേതനവും എല്ലാം കൂടി കൂടിയിട്ടാണ് ഡ്രെയിനേജിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാവുക. ഇപ്പോൾ നിർമ്മിക്കുന്ന എസ്റ്റിമേറ്റിൽ ഡ്രെയിനേജ് ക്ലീനിങ് മാത്രം ഉണ്ടാവില്ല. കാരണം ഡ്രെയിനേജ് ക്ലീനിങ് ഒരു അളവാക്കി ഏറ്റെടുത്ത് അളവുകൾ കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് ഡ്രെയിനേജ് ക്ലീനിങ് ഒരിക്കലും ഇല്ല. പക്കാ ഡ്രെയിനേജ് നിർമ്മാണത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. അത് ഈ പറയുന്ന രീതിയിലാണ്. അൺസ്കിൽഡ് ലേബർ ചാർജ് ഇങ്ങനെ കാണും. അതിൽ സ്കിൽഡും ഉണ്ടാവും, മെറ്റീരിയലും ഉണ്ടാവും. ഇത്രയും വർക്കുകൾ ചെയ്യിച്ചാണ് ഡ്രെയിനേജ് വർക്ക് ചെയ്യുന്നത്. അനുബന്ധം ഫോമുകൾ ഫില്ലപ്പ് അനുബന്ധം 1, 2, 3, 4 ഫോമുകളെ കുറിച്ച് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോം ഫില്ലപ്പ് ചെയ്യുന്നതിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു കുറച്ച് ആളുകൾക്ക്. കമൻറ്റിനുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത്. 37 ആളുള്ള ഒരു സൈറ്റിൽ എങ്ങനെയാണ് തൊഴിലാളികളെ ഗ്രൂപ്പുകളാക്കി തിരിക്കുക എന്നുള്ളതാണ്. എല്ലാ ഗ്രൂപ്പിലും ഒരുപോലെ അംഗങ്ങളാവണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 5 അംഗങ്ങളുള്ള ഗ്രൂപ്പുകൾ വേണമെങ്കിലാക്കാം. ഇനി അത് അല്ലെങ്കിൽ 10 അംഗങ്ങളുള്ള ഗ്രൂപ്പുകളാക്കുക.
അപ്പോൾ 30 ആൾക്കാർക്ക് 3 ഗ്രൂപ്പ് ആക്കിയാൽ 30ആയി. ഒരു ഗ്രൂപ്പിൽ 7 അംഗങ്ങളും മതി. ആ 7 ആൾക്കാർ ചെയ്യുന്നത് കറക്റ്റായിട്ടുണ്ടോ എന്നും, ഈ 10 ആൾക്കാർ ഗ്രൂപ്പാക്കി തിരിച്ചാൽ എല്ലാ ദിവസവും ഒന്നും ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും വന്നോളണമെന്നില്ല. അപ്പോൾ അതിൽ 8 അല്ലെങ്കിൽ 6 ആൾക്കാരാണെങ്കിൽ ആ 6 ആൾക്കാർക്ക് മൺവരമ്പാണ് ചെയ്യുന്നതെങ്കിൽ ഒരാൾ മൺവരമ്പ് എത്ര ചെയ്യണമെന്ന് കണക്കാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള 6 ആളുകളാണ് വന്നതെങ്കിൽ ആ ലെങ്ത് കൊണ്ട് ഗുണിച്ച് നോക്കിയിട്ട് അത്രയും ആളുകൾ എടുക്കാൻ പറയുക. അതുപോലെ 37 ആളുകളാണ് വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണ് എങ്കിൽ 37 ആളുകൾ വന്നതല്ല, അനുബന്ധം ഒന്നിൽ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോരോ 10 അംഗങ്ങളുടെ ഗ്രൂപ്പാക്കി തിരിച്ചാൽ 30 ആൾക്ക് 3 ഗ്രൂപ്പ് ഉണ്ടാവും. 3 × 10 30ആണ്. ബാക്കി 7 ആൾക്കാരുള്ളത് ഗ്രൂപ്പ് വേറെ ഒന്ന് ആക്കി തിരിച്ചാൽ മതി. ആ 7 ആളിൽ എത്ര ആൾക്കാരാണ് വരുന്നത്, ആ വരുന്ന ആളുകളെയാണ് അനുബന്ധം 2ൽ കാണിക്കേണ്ടത്. പക്ഷേ മസ്റ്റോളിൽ എത്ര ആളുകളുണ്ടോ, 37 ആളുകളാണെങ്കിൽ മസ്റ്റോളിലുള്ളവരെ തന്നെ മസ്റ്റോൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഗ്രൂപ്പാക്കി തിരിക്കുക. ആ ഗ്രൂപ്പാക്കി തിരിക്കുമ്പോൾ ആരൊക്കെ വർക്ക് ചെയ്യുന്ന എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുന്നവരുണ്ടെന്നും ആരെല്ലാം വർക്കിൽ ബാക്കൗട്ട് അഥവാ വയ്യായുള്ള ആളുകൾ എത്രയുണ്ടെന്നും കണക്കാക്കിയിട്ട് ഈ 10 അംഗങ്ങളുടെ ഗ്രൂപ്പ് ആക്കുമ്പോൾ തന്നെ 5 ആൾക്കാർ എഫിഷ്യൻ്റ് ആയവരും 5 ആൾക്കാർ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള അഥവാ വർക്കിന് കുറച്ച് പിറകോട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഗ്രൂപ്പ് ആക്കണം. അതിനാണ് ഗ്രൂപ്പ് ടാസ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ടാസ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ആക്കുന്നത്. അത് നിങ്ങൾ നല്ലവണ്ണം ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഈ 7 ആൾക്കാരെ ഗ്രൂപ്പ് ആക്കുമ്പോൾ അവസാനം എല്ലാം മസ്റ്റോളിലുള്ള ക്രമത്തിലല്ല ഗ്രൂപ്പ് ആക്കേണ്ടത്. പല പല മസ്റ്റോളുകളിലുള്ള ആളുകളെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കണം. അപ്പോൾ അവസാനത്തേക്ക് വരുന്ന 7 ആൾക്കാരെ ഒരു മസ്റ്റോളിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല. ആ 7 ആളിൽ തന്നെ 4 ആളുകൾ എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുന്നവരും 3 ആളുകൾ കുറച്ച് സ്വാധീനം കുറഞ്ഞവരും ആണെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ആക്കണം. എന്നിട്ട് വർക്കിംഗ് നോക്കുക. കല്ലുകയ്യാലാണെങ്കിൽ 165.547 രൂപയാണ് ഒരു എം സ്ക്വയറിന് കിട്ടുക. അപ്പോൾ 346 രൂപ കിട്ടണമെങ്കിൽ 2.09 എന്ന് പറഞ്ഞാൽ 2.1 എം സ്ക്വയർ കല്ലുകയ്യാല ചെയ്യണം. അതിൻ്റെ ലെങ്ത്ത് 2.1 ആണെങ്കിൽ ഹൈറ്റ് 1 മീറ്റർ വേണം. ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇടിഞ്ഞ കല്ലുകളാണ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം കൂടി പെറുക്കി കൂട്ടിയെടുത്താൽ 2.1 എം സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരാളെ ഒരു ദിവസത്തെ പണിയാണ്. അതിന് കല്ല് പെറുക്കിയെടുക്കലും കൊണ്ടുപോയിടലും എല്ലാ പണികളും കൂടിയാണ് അതിൽ ഉൾപ്പെടുന്നത്. ഞാൻ എല്ലാ സമയത്തും പറയാറുള്ളത് മൺവരമ്പിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഇപ്പോൾ കല്ലുകയ്യാലെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മൺവരമ്പിൻ്റെ തന്നെ പറയുകയാണെങ്കിൽ 7.3, 9.1 പല റേറ്റിൽ പല നീളത്തിലുള്ള മൺവരമ്പുകളും ചെയ്യിക്കുന്നുണ്ട്. അത് എസ്റ്റിമേറ്റിൽ പറഞ്ഞ ഹൈറ്റും അതുപോലെ തന്നെ വിഡ്ത്തും വീതിയും 2 തരം വീതി ഉണ്ടാവും. 2 വീതി ഉണ്ടാവും. അടിഭാഗത്തുള്ള വീതിയും മേൽഭാഗത്തുള്ള വീതിയും അതിനെ 2 കൊണ്ട് ഹരിച്ചിട്ട് അത് ആവറേജ് ആക്കുകയും അതിനെ ഹൈറ്റ് കൊണ്ട് ഗുണിക്കുകയും ചെയ്യുമ്പോൾ 7.3 സാധാരണ വരുന്നുണ്ട്. സാധാരണ വരിക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 60 സെൻറ്റിമീറ്റർ താഴ്ഭാഗവും 40 സെൻറ്റിമീറ്റർ മുകൾ ഭാഗവും ആയാൽ 60 40 1 മീറ്ററാണ്. 1 മീറ്റർ ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 0.5 മീറ്ററാണ് അതിൻ്റെ വിഡ്ത്ത്. അതുപോലെ 0.5 മീറ്റർ ഹൈറ്റുമാണെങ്കിൽ ഏകദേശം 7.3 മീറ്റർ നീളത്തിലും 0.5 വീതിയിലും 0.5 ഹൈറ്റിലും ചെയ്യുകയാണെങ്കിൽ 1.82 m³ ഒരാൾക്ക് എടുക്കേണ്ടതാണ്. അങ്ങനെയുള്ള 10 ആൾക്കാരുള്ള ഗ്രൂപ്പിൽ 8 ആൾക്കാരാണ് വന്നതെങ്കിൽ 8 × 7.3 എത്രയാണോ അത് നോക്കിയിട്ട് അവർ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ വർക്ക് തീർക്കണം. അത് മൺവരമ്പ് തീരെ ഇല്ലാത്ത പുതിയ മൺവരമ്പ് എടുക്കുന്നിടത്താണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ആ എടുക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും ആദ്യമുള്ള മൺവരമ്പിൻ്റെ അളവ് കുറച്ചാൽ എത്ര ലെങ്ത്ത് കിട്ടുന്നു അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കി പഠിക്കുക. അതുപോലെ പല സംശയങ്ങൾക്കുമുള്ള വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോസായി ഇതിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. കമൻറ്റിനുള്ള മറുപടി എന്തായാലും ഞാൻ തരുന്നതാണ്. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്. 3 വർഷം മുന്നേ തന്നെ ചെയ്ത വർക്കാണോ അല്ലെങ്കിൽ 2 വർഷം മുന്നേ ചെയ്ത വർക്കാണോ ഒരു ഓണറുടെ പറമ്പിൽ എടുക്കാൻ പോകുന്നത് എന്ന് അറിയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടി ഈ വീഡിയോയിലല്ല, അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ സ്ക്രീൻ പ്ലേ ആയിട്ട് ഞാൻ ചെയ്തു തരുന്നതാണ്. കാരണം 3 വർഷം മുന്നേ ചെയ്ത ഒരാളെ പറമ്പിലേക്കാണ് നമ്മൾ കയറുന്നതെന്ന് അറിയാൻ മെയ്റ്റുമാർക്ക് NRGSൻ്റെ സൈറ്റിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ലിങ്കുകളിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് അയാളുടെ തൊഴിൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഏത് വർഷമാണ് തൊഴിൽ കൊടുത്തിട്ടുള്ളത് അയാൾ ഇറങ്ങണം. ഓരോ വ്യക്തികളും ഓണർമാരും ഈ വർക്കിന് ഇറങ്ങണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അയാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് അതിൽ കാണിക്കും.
അപ്പോൾ എല്ലാ പ്രാവശ്യവും തൊഴിൽ കാർഡ് തരികയും മസ്റ്റോളിൽ പേരടിക്കുകയും വർക്ക് ചെയ്യാതെ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഏതെങ്കിലും വർഷങ്ങളിൽ അവർ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു ദിവസം തന്നെയെങ്കിലും വർക്കിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ഏത് വർഷമാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ളവരെ ചെക്ക് ചെയ്യാവുന്നതുമാണ്. മേറ്റുമാർക്കുള്ള ആ ലിങ്ക്, അതുപോലെ ലിങ്കല്ല സ്ക്രീൻ പ്ലേ ആക്കിയിട്ടുള്ള വിവരങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്.